അത് ഞാൻ വളച്ചൊടിച്ചു എന്നാണെങ്കിൽ അദ്ദേഹം അപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. പറഞ്ഞ വാചകത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. കാളിമാരാണ്, മതമേലധ്യക്ഷന്മാരാണ്, സമുദായ നേതൃത്വമാണ് അവരെ തിരുത്തേണ്ടത്. കസ്റ്റംസ് പറഞ്ഞു അദ്ദേഹത്തോട് എന്നാണ് പറയണത്. കസ്റ്റംസ് പറഞ്ഞു അദ്ദേഹത്തോട് പിന്നെ ഈ സ്വർണം കടത്തുന്നതൊക്കെ ശരിയാണെന്ന് ആളുകൾ വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കസ്റ്റംസിൻ്റെ വക്കാലത്ത് എപ്പോഴാണ് ജലീലിന് കിട്ടിയത്? കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറ്റം പറഞ്ഞു നടന്നിരുന്ന ഒരാൾ ഇപ്പോഴെങ്ങനെയാണ് കസ്റ്റംസ് പറയുന്നതൊക്കെ വേദവാക്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്? ഈ കസ്റ്റംസും പോലീസും ചേർന്നിട്ടാണ് സ്വർണം പൊട്ടിക്കുന്നത്, ഈ കേസുകളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് PV അൻവർ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ ആദ്യഘട്ടങ്ങളിൽ ജലീൽ? ഇപ്പോൾ കസ്റ്റംസ് പറയുന്നത് ആവർത്തിക്കുന്നു, അത് വേദവാക്യമായിട്ട് എടുക്കുന്നു. വളച്ചൊടിച്ചു എന്ന് പറയുമ്പോഴും അദ്ദേഹം ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം അത് പിൻവലിക്കുകയാണ് വേണ്ടത്. സമുദായത്തിൻ്റെ പേരുള്ള ആളുകൾ എന്തെങ്കിലും കുറ്റം ചെയ്താൽ അതിന് ആ സമുദായത്തിന് ഉത്തരവാദിത്തമില്ല, സമുദായ നേതൃത്വത്തിന് ഉത്തരവാദിത്തമില്ല എന്നാണ് ശ്രീ KT ജലീൽ പറയേണ്ടിയിരുന്നത്. അത് പറയാതെ സംഘപരിവാരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. രാജ്യവ്യാപകമായി അവരങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബുൾഡോസർ എങ്ങനെ ഉപയോഗിക്കുന്നത്? മതം നോക്കിയിട്ടല്ലേ ബുൾഡോസർ ഉപയോഗിച്ചത്? അതല്ലേ സുപ്രീം കോടതി ഇടപെട്ട് നിർത്തിവെപ്പിച്ചത്? അപ്പോൾ കുറ്റവാളികളുടെ മതം നോക്കി ആ സമുദായത്തെ ടാർണിഷ് ചെയ്യുന്ന സംഘപരിവാറിൻ്റെ രീതി അതേപടി ഏറ്റെടുക്കുകയാണ് KT ജലീൽ. അതാണ് ഹിന്ദുവിലൂടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രമിച്ചത്. അദ്ദേഹത്തിന് ആ പ്രയോഗം ഇവിടെ കേരളത്തിൽ വിലപ്പോവില്ല എന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ KT ജലീലിനെ ഇറക്കിയിട്ട് മറ്റൊരു വഴിയിലൂടെ അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിൽ നിന്ന് CPM-ഉം ജലീലുമൊക്കെ പിന്തിരിയണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞാൻ ചോദിക്കുന്നത്, മതനേതാക്കന്മാർക്ക് ഇതിനകത്ത് എന്ത് റോളാണ്? മതനേതാക്കന്മാർ പറഞ്ഞിട്ടാണോ ഇവർ ഈ സ്വർണം കടത്തുന്നത്? മതപണ്ഡിതന്മാരോ അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഈ പേരുള്ള ആളുകളോ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവർ ചെയ്യുന്നുണ്ട് എങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ആ മതത്തിന് അതിനകത്ത് ആ മതനേതാക്കന്മാർക്ക് എന്താണ് അതിൻ്റെ റോള്? ഇപ്പം ഞാൻ ചോദിച്ചാലോ ജലീല് അല്ല, ഞാൻ ചോദിക്കട്ടെ ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ സർക്കാർ ഖജനാവിൽ നിന്ന് അന്യൻ്റെ ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിക വിശ്വാസ പ്രമാണമാണ്. ആ പ്രമാണപ്രകാരം ഇപ്പോൾ ജലീല് ഒരാൾക്ക് പിന്നെ മൂത്താപ്പൻ്റെ മോനെ തന്നെ നിയമിച്ചു, അത് പിടിക്കപ്പെട്ടു, അത് രാജിവെച്ചു. മതനേതാക്കന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ജലീൽ ചെയ്തത്? മതനേതാക്കന്മാർ പറഞ്ഞാൽ ജലീൽ ചെയ്യാതിരിക്കുമായിരുന്നോ? അത് അറിവില്ലാത്ത ആളാണോ ജലീൽ? ആ നിയമം കൊണ്ട് തടയാൻ പറ്റില്ല എന്നാരാ പറഞ്ഞത്? അതന്നെ, അത് തെറ്റല്ലേ? ഇവിടെ നിയമം എന്തിനാണ്? ഇവിടെ നിയമം ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കാനും അത് മറ്റുള്ളവർക്കൊരു മെസ്സേജ് കൊടുക്കാനുമാണ്. കർശനമായി ഈ നിയമം നടപ്പിലാക്കണം. ഇങ്ങനെ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന അതിനെ മതവുമായി ബന്ധിപ്പിക്കാൻ പാടില്ല. ആര് കുറ്റകൃത്യം, വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ അതിനകത്ത് കൃത്യമായി നിയമ നടപടി സ്വീകരിക്കുക, മറ്റുള്ളവർക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞത് വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഇപ്പോൾ ചില പിന്നെ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ഇസ്ലാമിക വചനങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് ആളുകളെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു, തീവ്രവാദ സ്വഭാവത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പം മതനേതാക്കന്മാർ ഇറങ്ങിയിട്ട് അതിനെ പ്രതിരോധിക്കണം. അത് തെറ്റാണ്, അങ്ങനെ വിശ്വാസത്തിലില്ല, ഇസ്ലാമിക പ്രമാണങ്ങളിൽ അങ്ങനെ പറയുന്നില്ല. അത് ഹൈന്ദവ സമുദായത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയണം. അല്ലാതെ ഇപ്പോൾ ഒരാൾ സ്വർണം കടത്തി, ഒരു കൊലപാതകം നടത്തി, ഒരു കളവ് നടത്തി, അതിനൊക്കെ മതനേതൃത്വം സമാധാനം പറയണം, അല്ലെങ്കിൽ അവരെ തിരിച്ചുകൊണ്ട് വരണം, അവർക്കാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടി അറിവോ സമ്മതത്തോടു കൂടിയാണ് ഇത് എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്? ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സമുദായത്തിന് വേറെ ഒരു സമുദായത്തിനും നേരിടേണ്ടി വരാത്ത വിധം മുസ്ലിം സമുദായത്തിനെതിരായി വ്യാപകമായി ഒരു പ്രചരണം നടക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു പ്രചരണം നടക്കുന്നുണ്ട്. കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇതുപോലെയുള്ള ആവാല പണം ഉപയോഗിക്കുന്നു, സ്വർണം ഉപയോഗിക്കുന്നു. നിങ്ങൾ സോഷ്യൽ മീഡിയ കാണാറില്ലേ? സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം സപ്പോർട്ടാണ് ഈ ജലീലിൻ്റെ പ്രസ്താവനയ്ക്ക് വരുന്നത്. അവരുടെയൊക്കെ പ്രൊഫൈൽ എടുത്തു നോക്കൂ. ആ പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതൊക്കെ സംഘപരിവാർ മനോഭാവമുള്ള ആളുകളാണ് അത്തരത്തിലുള്ള പിന്തുണയുമായി രംഗത്ത് വന്നത്.